ക്രൂശിത വഴിയിലൂടെ 28-ാം ദിനം. ഈ നോമ്പ് കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയ കാരണം എന്താണ് എന്ന് നാം അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ തൃപ്തിക്കുറവ് മൂലമാണെന്ന്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത് എന്തുകൊണ്ടാണ്? അവർക്ക് പർദീസായ ജീവിതം സുഭിക്ഷമായിരുന്നു. എന്നാൽ ദൈവത്തെപ്പോലെ ആകണമെന്ന അവരുടെ ആ ആഗ്രഹം, ഒരു തൃപ്തിക്കുറവ്, അത് അവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. അവരുടെ ജീവിതം പരാജയപ്പെട്ടു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ, ധൂർത്തപുത്രന് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവന് തൃപ്തിക്കുറവ് അനുഭവപ്പെട്ടു. അവൻ ഭവനം വിട്ടിറങ്ങി. അവൻ്റെ ജീവിതം പരാജയമായി. വർഷങ്ങൾക്ക് മുൻപ് ഏദൻ തോട്ടത്തിൽ ഇഴഞ്ഞ ആ സർപ്പം ഇന്ന് നമ്മുടെ ഹൃദയത്തിലൂടെ ഇഴയുകയാണ്. നമ്മുടെ തൃപ്തിക്ക് വേണ്ടി ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളിലും തൃപ്തിക്കുറവ് ഉണ്ടാകുന്നു. തൃപ്തിക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, തൃപ്തിക്കുറവുണ്ടാകുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനം നമ്മോട് ചോദിക്കും, കർത്താവ് തന്ന ജീവിത സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? ഈ തിരുവചനം നോമ്പുകാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. സ്തുതിയായിരിക്കട്ടെ.